വന്യമൃഗങ്ങൾ ഓരോ ദിവസവും മനുഷ്യരെയും വളർത്തുമൃഗങ്ങളെയും കൊന്നൊടുക്കുമ്പോൾ കടുത്ത ഭീതിയിൽ കഴിയുകയാണ് വാഴത്തോപ്പ് മണിയാറൻകുടി നിവാസികൾ. വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന മണിയാറൻകുടി മേഖലയിൽ മുൻപ് സ്ഥാപിച്ച വൈദ്യുതി വേലികൾ നശിച്ചതോടെ ആനയുൾപ്പെടെയുള്ളവയുടെ ശല്യം ജീവന് ഭീഷണിയാകുന്നതായി നാട്ടുകാർ പറയുന്നു. കാട്ടുമൃഗങ്ങളുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെടുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുമ്പോൾ കാട്ടാനയുടെയും കാട്ടുപന്നിയുടെയും ആക്രമണത്തെ ഭയന്ന രാത്രികാലങ്ങളിൽ ഉറങ്ങാതെ കഴിയുകയാണ് ജില്ലാ ആസ്ഥാന മേഖലയിലെ നിരവധി കുടുംബങ്ങൾ. വാഴത്തോപ്പ് പഞ്ചായത്തിൽ വനാതിർത്തിയോട് ചേർന്നുള്ള പ്രദേശമായ മണിയാറൻകുടിയിൽ നിരവധി പട്ടികവർഗ വിഭാഗങ്ങൾ അധിവസിക്കുന്നുണ്ട്. രാത്രികാലങ്ങളിൽ ആന ഉൾപ്പെടെയുള്ള കാട്ടുമൃഗങ്ങളെ ഭയന്ന ഉറങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണെന്ന് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നു. മണിയാറൻകുടി വനമേഖലയിൽ നിന്നും നേരെ സന്ധ്യയാകുമ്പോൾ ആളുകൾ താമസിക്കുന്ന ഏരിയയിലേക്ക് കാട്ടുമൃഗങ്ങൾ അതുപോലെ തന്നെ കൂട്ടത്തോടെ എത്തുന്ന ആന കണ്ട് ഭയന്ന് ആളുകൾക്ക് ഇപ്പോൾ വീട്ടിലൂടെ സന്ധ്യയ്ക്ക് ആകുമ്പോഴത്തേനും കിടന്നുറങ്ങാനും ബുദ്ധിമുട്ടാണ്. ആണുങ്ങളൊക്കെ ദൂരേക്ക് പണിയാൻ പോയാലും കുട്ടികളൊക്കെ ആയിട്ട് വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ പേടിച്ച് വിറച്ചാണ് ഇരിക്കുന്നത്. കാട്ടിൽ ആനയ്ക്ക് കുടിക്കാനുള്ള വെള്ളമില്ല. 552 ഹെക്ടറിൽ വനഭൂമിയിലാണ് ഈ ആനകൾ മണിയാറൻകുടിയിൽ താമസിക്കുന്നത്. ഇതിൻ്റെ അകത്ത് നിരവധി കൈത്തോടുകളുണ്ടെങ്കിലും ഫോറസ്റ്റിൻ്റെ ഭാഗത്ത് നിന്ന് ചെക്ക് മാറാൻ വേണ്ടിയിട്ട് മാത്രം ചെക്ക് ഡാമുകൾ നിർമ്മിക്കുകയും പ്ലാനിങ് ഇല്ലാതെ അത് പൊളിഞ്ഞു പോവുകയും ചെയ്യുന്നു. ആനയ്ക്ക് കുടിക്കാനോ ഭക്ഷിക്കാനോ ഉള്ള തീറ്റ ലഭ്യതക്കുറവ്. അതുകൊണ്ട് തന്നെയാണ് നാട്ടിലിറങ്ങി വാഴയും തെങ്ങും കവുങ്ങൊക്കെ ആന പറിക്കുന്നത്. പെരുങ്കാല, മുക്കണ്ണൻകുടി, 56 കോളനി, വട്ടമേട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ആനയുടെ സാന്നിധ്യം പതിവാണ്. നാട്ടുകാരുടെ നിരന്തര സമ്മർദ്ദത്തെ തുടർന്ന് സ്ഥാപിച്ച വൈദ്യുതി പ്രതിരോധ വേലികളും ട്രെഞ്ചുകളുമെല്ലാം കാലഹരണപ്പെട്ടു. ഫെൻസിങ്ങിനായി സ്ഥാപിച്ച കമ്പിവേലികളിൽ കാട്ടുവള്ളികൾ പടർന്നും തുരുമ്പ് പിടിച്ചും നശിച്ചതായും നാട്ടുകാർ പറയുന്നു. മണിയാറൻകുടിയിൽ 2 കോളനിയാണുള്ളത്. മണിയാറൻകുടിയും വട്ടമേടും. അവിടെ ആദിവാസികൾ കൂടുതൽ തിങ്ങിപ്പാർക്കുന്ന ഏരിയയാണ്. ആ ഏരിയ അതിൽ വഴി ഫെൻസിങ് ഇട്ടിട്ടുണ്ട്. യാതൊരു പ്രയോജനമില്ലാതെ വള്ളി കയറി കാട് പിടിച്ച് കിടക്കുവാണ്. അത് ആനയ്ക്ക് പ്രയോജനമൊന്നുമില്ല. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് അതുകൊണ്ട് ലാഭമുള്ളൂ. അപ്പോൾ ഫെൻസിങ് റെഡിയാക്കാനും തന്നെ തീരുമാനമുള്ള കേസല്ല. ട്രെഞ്ച് താത്തി ആലേ തീരുമാനമാകത്തുള്ളൂ. ശാശ്വത പരിഹാരം ട്രെഞ്ച് താത്തിയാലും ഫെൻസിങ്ങും കൂടി ഇട്ട് കൊടുത്താൽ ചിലപ്പോൾ ഒരു പരിധിവരെ ആനയെ തടയാൻ പറ്റുമായിരിക്കും. കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പ് വരെ വട്ടമായിട്ടുള്ള ആന എത്തിയിട്ടുണ്ടായിരുന്നു, ഹൈവേ റോഡിൻ്റെ സൈഡ് വരെ. പിന്നെ ആനക്കൊമ്പം ഭാഗത്ത് നമ്മുടെ വീടൊക്കെ ഇരിക്കുന്ന ആനക്കൊമ്പം സൈഡിലാണ്. അവിടെയൊക്കെ മിക്കവാറും ദിവസങ്ങളിൽ ആന ഇറങ്ങി വരാറുണ്ട്. വന്യമൃഗശല്യം രൂക്ഷമായതോടെ കുട്ടികൾക്കും പ്രായമായവർക്കും ഉൾപ്പെടെ വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണ്. വനാതിർത്തിയിൽ ശക്തമായ ഫെൻസിംഗ് സ്ഥാപിക്കുകയും ട്രെഞ്ചുകൾ നിർമ്മിച്ച ജനവാസ മേഖലയിൽ കാട്ടുമൃഗങ്ങൾ കയറാതെ സംരക്ഷണം ഏർപ്പെടുത്തണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം.